പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2024 പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. താന്യം പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും ഈ വർഷം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂൾ, താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ, സറാഫിക് ഗേൾസ് ഹൈസ്കൂൾ, കീഴ്പുള്ളിക്കര നളന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയും MBBS നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും പ്രാദേശിക പത്രപ്രവർത്തകരായ സായു ചിത്രപ്രിയാർ, ഷാജു കാരമുഖ്, മണികണ്ഠൻ കുറുപ്പത്ത്, അനിൽ EC, സുബ്രൻ അന്തിക്കാട്, തൃശൂർ വിഷൻ റിപ്പോർട്ട് അഭിഷേക്, അരുൺ ശശി, റിജു കണക്കന്തറ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഡോക്ടർ വിഷ്ണു നെഹ്റു സ്റ്റഡി സെന്ററിന് കൈമാറിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഏറ്റുവാങ്ങി. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുമോദന സദസ്സ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീഷ വൈസ്, ചെയർമാൻ MB സജീവൻ, KMC സംസ്ഥാന ജോയിന്റ് കൺവീനർ MK ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, ഹരിദാസൻ ചെമ്മാപ്പുള്ളി, ജഗദീഷ് വാഴമോൾക്ക്, പോൾ പുലിക്കോട്ടിൽ, സിദ്ദിഖ് കുളത്തേക്കാട്ട്, ഗീതാദാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മൾക്ക് എന്തിനാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം, ഏത് വിഷയം എടുത്താലാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ആവുക എന്നുള്ളത് ബോധ്യം നമ്മളിൽ ഓരോരുത്തരെയും കുട്ടികളിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം ഓരോ സബ്ജക്റ്റും എടുത്ത് പഠിക്കാൻ. പ്രഗത്ഭന്മാരും പ്രഗത്ഭമായിട്ടുള്ള കുട്ടികളെല്ലാം ആദരിക്കുന്ന ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. സത്യം വദ, ധർമ്മം ചര, സത്യം പറയണം, ധർമ്മം ആചരിക്കണം. 4 ധർമ്മങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത്. സത്യം, ദയ, സ്നേഹം, അതുപോലെ ഉള്ള ധർമ്മങ്ങൾ നമ്മൾ ആചരിക്കണം.